എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഭാരതീയരെല്ലാവരും വളരെ അഭിമാനപൂർവ്വം, സന്തോഷപൂർവ്വം, നന്ദിപൂർവ്വം സ്മരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. കാർഗിൽ ദിവസം. കാർഗിൽ നമ്മൾ യുദ്ധം ജയിച്ച ദിവസം ആണ്. ജൂലൈ മാസം 26 കാർഗിൽ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. 1999 മെയ് മാസം 8 മുതൽ ജൂലൈ 26 വരെ നീണ്ടു നിന്ന ആ ഒരു യുദ്ധത്തിൽ, ഇല്ല ആ ഒരു വഴക്കിൽ 500 മുകളിൽ, ഏതാണ്ട് 527 നമ്മുടെ ധീര സൈനികരാണ് ജീവൻ ബലി കൊടുത്തത്. ആ ഓരോ സൈനികനെയും ഓർത്ത് നമ്മൾ ആത്മാഭിമാനം കൊള്ളുന്നു, അവരുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു, അവർക്ക് നന്ദി നമ്മൾ അർപ്പിക്കുന്നു. അപ്പോൾ വളരെയേറെ ആയുധങ്ങളുടെയും മറ്റു പല ബിംബനങ്ങളുടെയും ഒരു ശത്രു രാജ്യത്തിൽ നിന്ന് നമ്മുടെ മാതൃരാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ടയർ ഹിൽസ് ഉൾപ്പെടെ അതിർത്തി പോസ്റ്റുകളെല്ലാം കീഴടക്കിയ ശത്രു സൈന്യത്തെ തുരത്തി ഓടിച്ച, നമ്മൾ അവരെ പുറത്താക്കിയ, ഓപ്പറേഷൻ വിജയ് എന്ന് പേരിട്ട് അവരെ പുറത്താക്കിയ ആ ഒരു ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ജൂലൈ 26 അന്നാണ് പുറത്താക്കിയത്. ആ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഈ കാർഗിൽ ദിവസം ആചരിക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾക്ക് ഈ പട്ടാളത്തിനെ കുറിച്ചോ, നമ്മൾ പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് പട്ടാളത്തിനെ കുറിച്ചോ യുദ്ധത്തിൻ്റെ കരുതുകളെ കുറിച്ചോ നേരിട്ട് അനുഭവമില്ലാത്ത, കണ്ടു പരിചയമില്ലാത്ത ആളുകളാണ് നമ്മൾ ഈ മലയാളി സമൂഹം. അതിർത്തിയിലുണ്ടാകുന്ന യാതൊരു കാര്യങ്ങളും നമ്മൾ പത്രത്തിൽ വായിക്കുന്നു, ടി വി കാണുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഭീകരതകളെക്കുറിച്ചോ അവിടുത്തെ കഷ്ടനഷ്ടങ്ങളെക്കുറിച്ചോ ഒന്നും അറിയില്ലെങ്കിലും അതിനേക്കാളൊക്കെ ഭീകരമായിട്ട്, ശത്രു രാജ്യത്തിൽ നിന്ന് നേരിടുന്നതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഭീകര പ്രവർത്തനങ്ങൾ ഇവിടെ ഏറ്റുവാങ്ങുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ഈ മലയാളി സമൂഹം എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. ഈ 5 വർഷത്തിനിടയ്ക്ക് 486 ആളുകളാണ്, മനുഷ്യ ജീവനുകളാണ് വന്യമൃഗ ആക്രമണത്തിലൂടെ കൊല്ലപ്പെട്ടത്. കണക്കുകൂട്ടി നോക്കണം. 6 മാസം കൊണ്ട് വളരെ ഏറെ യുദ്ധകൊതിയന്മാരായ അയൽ രാജ്യക്കാരോട് അനേകം ടാങ്കുകളും തോക്കുകളും എന്തെല്ലാം യുദ്ധ സംവിധാനങ്ങളുണ്ട്, ആ സംവിധാനങ്ങളെല്ലാം ഉൾപ്പെട്ട 6 മാസം അതിതീക്ഷ്ണമായ യുദ്ധത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട 527 പേരാണെങ്കിൽ യാതൊരു പ്രകോപനവും ഇല്ലാതെ, യാതൊരു അതിർത്തർക്കങ്ങളും ഇല്ലാതെ സ്വന്തം ഭവനത്തിൽ ജീവിക്കുന്നവർ, സ്വന്തം കൃഷിയിടത്തിൽ ജീവിക്കുന്ന 486 പാവപ്പെട്ട കർഷകരും ഈ സമൂഹവുമാണ് ഇവിടെ ഈ കാട്ടാന ഉൾപ്പെടെ, കാട്ടുപോത്ത് ഉൾപ്പെടെ ഉള്ള ജീവികളുടെ മരണത്തിൽ മൃതിയടഞ്ഞു പോയത്. അവർക്കൊന്നും ആരും ഒരു ആദരാഞ്ജലി അർപ്പിക്കുന്നില്ല, അവർക്ക് ആർക്കും ഒരു നഷ്ടപരിഹാരം കിട്ടുന്നില്ല, അർഹമായ നഷ്ടപരിഹാരം പോലും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു, ഒരു കാട്ടുപോത്ത് ഒരു കൃഷിയിടത്തിൽ ഇറങ്ങുന്നു, അതിനെ മയക്കുവെടി വെച്ച് പിടിച്ച് അതിനെ വാഹനത്തെ കയറ്റി അടുത്ത സ്ഥലത്തേക്ക് തുറന്നു കൊടുക്കുന്നു. അത് അപ്പുറത്തോട് വീണ്ടും ആ മയക്കം വിട്ടുകൊണ്ടിരുന്നു, അത് വീണ്ടും തിരിച്ചു വരും, അതിനെ വീണ്ടും ഇത് ആവർത്തിക്കുന്നു. ലക്ഷക്കണക്കിനില്ല, 10,000 വിലയുള്ള ഒരു വസ്തുവാണ്. നമ്മളിപ്പോൾ ഈ നാടൻ പോത്തിനെയോ നാടൻ കന്നുകാലിയെയോ കൊന്ന് ഇറച്ചിയാക്കാമെങ്കിൽ, അത് ഭക്ഷിക്കാമെങ്കിൽ, ഈ കാട്ടിൽ മിച്ചം വരുന്ന, ശരിക്കും അങ്ങനെ തന്നെ പറയാം, കാട്ടിൽ അധിവസിക്കുന്നതിനേക്കാൾ കൂടുതൽ മൃഗങ്ങളായി കഴിയുമ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങുന്നത്, അവർക്ക് അവിടെ തീറ്റ സൗകര്യം ഇല്ലാണ്ടായിരിക്കുമ്പോൾ പുറത്തിറങ്ങുന്നത്. ആ സാധനത്തിനെ ലേലം ചെയ്തോ ഇല്ലെങ്കിൽ വേണ്ട, ഒരു മൃഗം പുറത്തിറങ്ങി അതിനെ ആ കാണുന്ന കാഴ്ചയിൽ തന്നെ പഞ്ചായത്ത് അധികൃതരോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ ഇതിനോടൊപ്പം, അവരെ ഇതിനൊരു വിലയിട്ട് ഇതിന് ഇത്ര രൂപ, ഇതിനെ ആര് പിടിച്ചാലും കുഴപ്പമില്ല, ഇത്ര രൂപ പഞ്ചായത്തിലേക്കോ ഫോറസ്റ്റിലേക്കോ റവന്യൂവിലേക്കോ എവിടെയെങ്കിലും സർക്കാരിലേക്ക് ഈ സാധനം അടയ്ക്കണം എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ മേലെ. അല്ലാതെ ഇങ്ങനെ ഇതൊരു നിസ്സാര കണക്കല്ല 486 പേര് എന്ന് പറഞ്ഞാൽ. ഈ ഒരു കാട്ടുപോത്തോ കടുവ പുലി ഏത് മൃഗങ്ങളായാലും കൃഷി നഷ്ടവും നാശങ്ങളും ബാക്കി വരുന്ന നാശനഷ്ടങ്ങളെല്ലാം വേറെ. ഇത്രയും മൃഗങ്ങളെ നമ്മൾ പാകിസ്ഥാനുമായിട്ടോ ഇല്ലെങ്കിൽ ശ്രീലങ്കയായിട്ടോ വേറെ ഒരു ബംഗ്ലാദേശുമായിട്ടോ ഒരു അതിർത്തി പ്രസ്ഥാനങ്ങളുമായിട്ടല്ല നമ്മൾ യുദ്ധം ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മളെ ചവിട്ടിക്കൊല്ലുന്ന ആന, വീട്ടിൽ കിടന്ന് കൂട്ടിൽ നിൽക്കുന്ന പശുവിനെ പിടിച്ചു തിന്നുന്ന കടുവ. അപ്പം ഇവരെയൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ പോയാൽ നമ്മൾ ഈ വന്യമൃഗത്തെ ആക്രമിച്ചു എന്നുള്ള പേരിൽ നമ്മൾ അകത്താകുന്നതിൽ നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കുന്ന ഒരു വകുപ്പ്. അതിനുവേണ്ടി ഒരു കാക്കിയൊക്കെ ആയിട്ട് കുറച്ച് സാറന്മാർ ഇങ്ങനെ വരുന്നു. അവർ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയല്ല, ഈ വനത്തിൽ കിടന്ന മൃഗങ്ങളെ. അപ്പൊ ഇവരും ഈ മൃഗങ്ങളും കൂടെ ഈ വനത്തിന്റെ അതിർത്തിയിൽ, ഇവരൊക്കെ ഈ വനത്തിന്റെ അതിർത്തിയിൽ താമസിക്കട്ടെ, അതിന് മൃഗങ്ങളെ കൊണ്ട് വരാൻ നോക്കട്ടെ, മനുഷ്യനെ കൊണ്ട് കയറി അവരെയും വെടിവെച്ച് കൊല്ലട്ടെ, അതല്ലേ വേണ്ടത്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നത്, ഈ കാർഗിൽ യുദ്ധത്തിൽ 527 പേര് സ്വന്തം ജീവൻ സമർപ്പിച്ചെങ്കിൽ നിസ്സാര ഈ ഒരു ഇട്ടാവട്ടത്തിലുള്ള കേരളത്തിന്റെ ഈ വയനാട് ഇടുക്കി പോലുള്ള ഈ മധ്യ കേരളത്തിലൊന്നും വലിയ പ്രശ്നമല്ല, വയനാട് ഇടുക്കി പോലുള്ള അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന, വനത്തിന്റെ അതിർത്തി പങ്കിടുന്ന മേഖലയിൽ താമസിക്കുന്ന ആളുകളുടെയാണ് 486 പേരുടെ ജീവൻ രക്ഷിച്ചത്. ഇവരുടെയും ജീവൻ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇപ്പം അയൽ രാജ്യത്തു നിന്നല്ല, നമ്മുടെ നാട്ടിൽ
നമ്മുടെ വിഭവശേഷി കൊണ്ട് ജീവിക്കുന്ന ഈ മൃഗങ്ങളുടെ ആക്രമണത്തിൽ ഈ മനുഷ്യർ കൊല്ലപ്പെട്ടെങ്കിൽ അവർക്ക് മുന്നിലും ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. ഇതിനൊരു മാറ്റം വരണം. ഈ ശത്രു രാജ്യക്കാരെ കാണുന്ന അതേ ലാഘവത്തോടെ, ഇല്ലെങ്കിൽ അതിനേക്കാൾ തീക്ഷ്ണതയോടെ നമ്മൾ സാധാരണ മനുഷ്യന്റെ ജീവൻ എടുക്കാൻ വരുന്ന അതായത് കർഷകനില്ലാതെ ഈ ഭൂമിക്ക് നിലനിൽപ്പില്ല എന്നുള്ള ഏത് രാജ്യത്തായാലും കർഷകൻ വേണം. കാരണം മനുഷ്യന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഭക്ഷണം വേണം. ഈ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന കർഷകനാണ്. ഈ കർഷകനെ നിലനിർത്താൻ വേണ്ടി കർഷകൻ ശത്രുവായിട്ട് വരുന്ന ഈ മൃഗങ്ങളെ അമർച്ച ചെയ്യാൻ ഉള്ള സംവിധാനം നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതെ സാധാരണ ജനത്തിന് സ്വൈര്യമുണ്ടാവില്ല, സ്വസ്ഥത ഉണ്ടാവില്ല. അതിനുള്ള മാർഗങ്ങൾ ഉണ്ടാവണമെന്ന്, അതിനുള്ള പരിശ്രമങ്ങൾ നമ്മളെല്ലാവരും കൂടി നടത്തണം എന്ന്. അല്ലാണ്ട് നമ്മൾ ഈ വ്യാജമായിട്ടുള്ള വനസ്നേഹവും പ്രകൃതി സ്നേഹവും മൃഗസ്നേഹവും ഒന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഈ മൃഗങ്ങളെ കൊല്ലാനാണെങ്കിൽ കൊല്ലണം. എന്നിട്ട് വെറുതെ മണ്ണിനൊഴിച്ച് നശിപ്പിക്കാതെ, ഞാൻ പറഞ്ഞില്ല ലക്ഷക്കണക്കിൻ്റെ വിലയുള്ള സാധനം അത് ആൾക്കാർ ഭക്ഷ്യയോഗ്യമായിട്ട് അത് കൊടുക്കട്ടെ. പ്രോട്ടീൻ്റെ കൂടുതൽ കണ്ടന്റുള്ള സാധനങ്ങളിലേക്ക് കാട്ടുമൃഗങ്ങളിലേക്ക് ഇറച്ചി എന്ന് പറയുന്നത്. ഇപ്പം നാടൻ കന്നുകാലിയോ ഈ മൃഗങ്ങളെ കൊല്ലാമെങ്കിൽ എന്തുകൊണ്ട് കാട്ടുമൃഗങ്ങളെ കൊല്ലത്തില്ല? കാട്ടിൽ കയറി കൊല്ലണ്ടെന്നേ, കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനെ കൊല്ലട്ടെ. അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ വേണ്ടി ആളുകൾ നമ്മൾ ഓരോരുത്തരും സ്വയം പരിശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.